അപ്പോൾ ഇത് രണ്ടു നില വീട് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. കിണർ വെള്ളം പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഈ വീടിന്. അതുപോലെ തന്നെ വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, വീട് ഏത് ലൊക്കേഷനിലായിരിക്കും സ്ഥിതി ചെയ്യുക? പാലാ മുനിസിപ്പാലിറ്റിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. പാലാ ടൗണിലേക്ക് ഒരു 1.5 കിലോമീറ്റർ, മാക്സിമം പോയാൽ 2 കിലോമീറ്റർ ദൂരത്തിൽ താഴെയേ ഉള്ളൂ വീട്ടിലേക്ക് വരുവാൻ പാലാ ടൗണിൽ നിന്ന്. അങ്ങനെയുള്ള ഒരു പ്രൈം ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ട ഈ വീട് നിങ്ങൾക്ക് കാണണ്ടേ? ചോദിക്കുന്ന വില 95 ലക്ഷം രൂപ മാത്രം. അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നുചെല്ലാം. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബാക്കി ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വേഗം കടന്നുചെല്ലാം. മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റിക്കകത്ത് തന്നെയുള്ള നല്ലൊരു അടിപൊളി വീടിന്റെ മുൻപിലാണ്. അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാ സൈഡിലും ഇഷ്ടംപോലെ മുറ്റമുള്ള നല്ലൊരു മേഖലയാണ്. 9.5 സെന്റ് സ്ഥലമാണ്. 9.5 സെന്റ് സ്ഥലത്തിൽ ഇത് 2 സൈഡിലും വീടുകളുള്ള നല്ലൊരു ആംബിയൻസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വീടിന്റെ മുറ്റത്തേക്കൊക്കെ ഒന്ന് കയറാം. നല്ലൊരു വീടിന്റെ ഭംഗി അത്രയും നല്ല രീതിയിൽ തന്നെ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു മതില് ഗ്രില്ല് വർക്കാണ് ചെയ്തിരിക്കുക. അതുകൊണ്ട് നമുക്ക് വീടിന്റെ ഭംഗി ഒട്ടും ചോർന്നു പോകാത്ത രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. നല്ലൊരു 14-15 അടി വലിപ്പമുള്ള നല്ലൊരു ഗേറ്റ് ആണ്. ആ ഗേറ്റ് ഉള്ളത് കൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വാഹനം കയറ്റി തിരിക്കാൻ ബുദ്ധിമുട്ട് വരത്തില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. സ്റ്റോണ് മുറ്റമെല്ലാം വാഹനം കയറ്റി തിരിക്കാവുന്ന രീതിയിൽ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോണിന്റെ ഇടയ്ക്കൂടെ ഗ്രാസ് വെക്കാനുള്ളതാണ്. ഗ്രാസ് വെക്കുമ്പോൾ മഴ ആയതുകൊണ്ട് സെറ്റ് ചെയ്തില്ല എന്ന് മാത്രം. അതുപോലെ കോരിച്ചൊരിയ നല്ല മഴയാണല്ലോ, കേരളത്തിൽ എല്ലായിടത്തും മഴയാണല്ലോ. ഇവിടെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് വെച്ചുകൊണ്ട് അതിന്റെ അപ്പുറത്ത് ചരലിട്ടുകൊണ്ടാണ് നമ്മുടെ ഈ വീട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കിണറിനൊരു പെയിന്റ് അടിക്കുവാന് ചുറ്റുമതിലിനൊക്കെ ഒരു ടച്ചിങ് വർക്കുകളെല്ലാം ഉണ്ട്. കാരണം ഇതുപോലെ മഴയായതുകൊണ്ട് പുറത്തെ പണികളൊന്നും നടക്കില്ല, സത്യസന്ധമായ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറ്. അപ്പൊ നമുക്ക് നമ്മുടെ വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. എന്തുകൊണ്ടും 100% നല്ല ക്ലിയർ ആയിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീടെന്നാണ് എനിക്ക് വീടിനെ പറ്റി തോന്നിയത്. നല്ലൊരു നല്ലൊരു മോഡേൺ ലുക്കിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് പണിയുടെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നല്ലൊരു മോഡലാണ് ഈ വീട്. നമ്മൾ പാലായിലൊന്നും അധികം കാണാത്ത, പാലായി ഏറ്റുമാൻ നമ്മൾ ഓടുന്ന മീനച്ചിൽ ഹോംസ് ചെന്നെത്തുന്ന കളങ്ങൾ എന്ന് പറഞ്ഞ ഏറ്റുമാനൂര്, പാലാ, കുറവലങ്ങാട്, പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, ഇങ്ങനെ ഈ ചുറ്റുവട്ടങ്ങളാണ് കൂടുതലും നമ്മൾ ചെല്ലുന്നത്. അവിടെയൊക്കെ കാണാത്തൊരു വെറൈറ്റി മോഡലാണ് ഈ വീട്. ഇത് അകത്തെ ഒരു കോർട്ട്യാർഡായിട്ട് ഒരു ഗാർഡനൊക്കെ ചെയ്തിരിക്കുന്ന ഒരു കോർട്ട്യാർഡ് സെറ്റപ്പാണ്. അവിടെ വാൾ ടൈലൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള വാൾ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴാണ് നമ്മുടെ സ്വീകരണമുറി അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്വീകരണമുറിയാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു സ്വീകരണമുറി. അവിടെ ഇന്റീരിയർ വർക്കുകൾ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഇന്റീരിയർ വർക്കുകളാണ്. നല്ലൊരു വാം വൈറ്റ് ഫീലിംഗ് ഉള്ള ലൈറ്റ്. ഇതാണ് TV യൂണിറ്റിന്റെ പോയിന്റ് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഡൈനിങ് ഏരിയ ഇവിടുന്ന് ചെറിയൊരു മറവ് പോലെ വരുന്നുണ്ട്. കാരണം ഫാമിലി ഉള്ളവർക്കൊക്കെ ഇന്ന് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാലും ഒരു പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഡൈനിങ് സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് വന്നിരിക്കുന്നത് മൊത്തം ഗ്ലാസ് ഒക്കെ ഇട്ട് ഏറ്റവും മോഡേൺ സ്റ്റൈലിൽ തന്നെ ആക്കിയിരിക്കുന്ന സ്റ്റെയർ കേസ്. നമുക്ക് വാഷ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയർ കേസിന്റെ അടിയിൽ ഇൻവെർട്ടറിന്റെ പോയിന്റ് കാര്യങ്ങൾ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. കിച്ചണ് ഈ സൈഡിലാണ്. ഇതാണ് വാഷ് കൗണ്ടർ. നല്ല ഭംഗിയുള്ളൊരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു അലമാര പോലെയും ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് കിച്ചൺ വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം കിച്ചണിലേക്ക് ഒന്ന് കയറാം. കിച്ചണിൽ കയറി കഴിയുമ്പോൾ നല്ല വിശാലമായ നല്ലൊരു കിച്ചൺ, നല്ല ഒരു മോഡുലാർ കിച്ചന്റെ സെറ്റപ്പിൽ പണിതീർത്തിരിക്കുന്ന നല്ലൊരു കിച്ചൺ. നല്ല വലിപ്പമുള്ള കിച്ചണാണ്. അതുപോലെ അതിന്റെ ടൈല് വർക്കുകളാവട്ടെ, അങ്ങനെയുള്ള വർക്കുകളെല്ലാം ഭംഗിയാണ്. അതുപോലെ കർട്ടൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കർട്ടൻ വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു വീടാണ്.
ഇനി നമ്മുടെ വർക്ക് ഏരിയ ആണ് ഇവിടെ കാണാൻ പോകുന്നത്. വർക്ക് ഏരിയ, നല്ലൊരു വർക്ക് ഏരിയ ഇവിടെ കാണാം. എല്ലാം നല്ല പോഷ് വീടുകൾ തന്നെ പണിതിരിക്കുന്ന നല്ലൊരു മേഖലയാണിത്. മുനിസിപ്പാലിറ്റിക്കകത്ത് ഇത്രയും സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ്. കാരണം അതുപോലെ മുനിസിപ്പാലിറ്റിയിൽ പാലാ മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ പാലായിൽ ഏത് മുനിസിപ്പാലിറ്റിയിലും ടൗണിനോട് ചേർന്ന സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞ സ്ഥലത്തിന് നല്ല വിലയുള്ള മേഖലയാണ്. അപ്പോൾ അങ്ങനെ വിലയുള്ള മേഖലയിൽ ഈ 9.5 സെന്റ് സ്ഥലത്തിൽ നല്ല ഒരു വീട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക. നമ്മൾ ഈ ഭാഗമൊക്കെ ഒന്ന് കണ്ടതാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കബോർഡ് പോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിൽ നിന്ന് ഇറങ്ങി. നല്ല അടിപൊളി കിച്ചണാണ്, നല്ല വലിപ്പമുള്ള കിച്ചണാണ്. കിച്ചൺ എപ്പോഴും നല്ലതായിരിക്കണം. കാരണം എന്താ പറയുക, നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമല്ല, അത് എപ്പോഴും വൃത്തിയായിരിക്കണം. വാരി വലിച്ച് വാരിയിടാനുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്പേസ് ആയിട്ട് എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലമായിരിക്കണം ഏറ്റവും വൃത്തിയായിരിക്കേണ്ടത് എന്ന് പറയാറുണ്ട്. ഡൈനിങ് സ്പേസിന്റെ ഒരു ഇന്റീരിയർ വർക്കുകൾ നമ്മൾ കണ്ടു. ഇപ്പൊ അങ്ങേയറ്റത്ത് ഈ സൈഡിലാണ് 2 ബെഡ്റൂമുകൾ സ്ഥിതി ചെയ്യുന്നത്. 2 ബെഡ്റൂമുകളുടെയും ദൃശ്യങ്ങൾ നമുക്കൊന്ന് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. തേക്കിൻ തടി കൊണ്ടുള്ള ഡോറ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറി. അപ്പോൾ നല്ലൊരു ഇന്റീരിയർ വർക്കുകൾ, ബെഡ്റൂമൊക്കെ സൈസുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. ഇന്റീരിയർ വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമുകളിലും ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ നല്ലൊരു വീടാണ് ഇത്. അതുപോലെ തന്നെ ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഫൈബറിന്റെ ഡോറാണ്. ഏറ്റവും മുന്തിയ ഇനം, അതായത് ഏറ്റവും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഡോറുകൾ തന്നെയാണ് ഫൈബറിന്റെ. ഇപ്പൊ കമ്പനി സാധനങ്ങളൊക്കെ ഇറങ്ങാൻ തുടങ്ങി, നല്ല കമ്പനി ഡോറുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഇനി നമ്മൾ ഇത് ടോയ്ലറ്റ് പാർട്ടീഷൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ടീഷൻ വർക്ക് ചെയ്തേക്കുന്നതിന്റെ സൈഡിൽ ഇവിടെയാണ് നമ്മുടെ ഷവർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഷവർ എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഷവറും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല കോസ്റ്റ്ലി ആണ്. അതായത് ഹാൻഡ് ഷവർ ചെയ്തു അത്രയേ ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിച്ച് പോയാൽ പറ്റില്ല. കാരണം ഹാൻഡ് ഷവർ ആയിട്ടുള്ളതും കൂടി, അതുപോലെ ഡൈവേർട്ടർ ആയിട്ടുള്ള പൈപ്പുകളൊക്കെ കൊടുക്കുമ്പോൾ ഇതിനുള്ള എക്സ്ട്രാ കോസ്റ്റുകളാണ്. അപ്പോൾ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കോസ്റ്റ് കൂടി വരുമ്പോഴാണ് ഒത്തിരി വലിയ കോസ്റ്റായി മാറുന്നത്. അപ്പോൾ അങ്ങനെ ഹാൻഡ് ഷവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത ബെഡ്റൂം വരുന്നത്. അടുത്ത ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ആണ്. ഒരു ഭിത്തിയിൽ വേറൊരു ഡിസൈൻ കളറാണ് എല്ലായിടത്തും കൊടുത്തിരിക്കുക. അത് കടുംവെട്ട് കളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഭയങ്കരമായിട്ട് പച്ച, നീല, മഞ്ഞ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള, അല്ലെങ്കിൽ കടും ചുമപ്പ്, ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു കളർ എന്തെങ്കിലും കൊടുത്താൽ ഇത് വൃത്തികേടായി മാറും. ഇതങ്ങനെയല്ല, നല്ലൊരു എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഫീലിംഗ് തോന്നുന്ന കളർ തന്നെയാണ് കൊടുത്തിരിക്കുക. ഇത് 2ാമത്തെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇവിടെയും വേണമെങ്കിൽ പാർട്ടീഷൻ വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക. NRIs ഒക്കെ വീട് അന്വേഷിച്ച് ഒത്തിരി പേര് വരുമ്പോൾ അടുത്ത് വീടുകളുള്ള മേഖല അന്വേഷിച്ച് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വരുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വീട് തന്നെയാണ്. കാരണം വന്ന് അടച്ചിട്ടിട്ട് പോവുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അവർക്ക് വർഷത്തിൽ 1 വരുമ്പോൾ താമസിക്കുക എന്നുള്ളതാണ് NRIസിന്റെ. 6 മാസം കൂടുമ്പോൾ വർഷത്തിൽ 1 വരുമ്പോൾ താമസിക്കുക. അപ്പോൾ ഒരാളെ ക്ലീനിങ്ങിന് ഏൽപ്പിച്ചാൽ മാത്രം മതി. ബാക്കി അവർ വരുമ്പോൾ അവർക്ക് താമസിക്കാനായിട്ടൊരു വീട് എപ്പോഴും ഒരു സേഫ് ആയിട്ട്, മാത്രമല്ല ജർമ്മനിയിലും അതുപോലെ തന്നെ UK അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ സെറ്റിൽ ആയേക്കുന്ന ആൾക്കാരും നാട്ടിലൊരു അഡ്രസ്സ് നിലനിർത്തുക എന്നുള്ള അർത്ഥം വെച്ച് വീടുകൾ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ വാങ്ങിക്കുമ്പോൾ ഒറ്റപ്പെട്ട വീടുകൾ വാങ്ങിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലൊരു നല്ലൊരു ടോപ്പ് റെസിഡൻഷ്യൽ മേഖലയിൽ വാങ്ങിക്കുകയാണെങ്കിൽ എപ്പോഴും വീടിനൊരു സെക്യൂരിറ്റി ഉണ്ടാവും. സെക്യൂരിറ്റി മീൻസ് അടുത്ത വീടുകളുണ്ട്, എപ്പോഴും അവരുടെ ഒരു ശ്രദ്ധ കൂടി ഉണ്ടാവും. ഇവിടെ നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് കയറി. അപ്പോൾ അവിടുത്തെ ഇന്റീരിയർ വർക്കുകളാണ് കാണുന്നത്. ജിപ്സം സീലിംഗ്, നല്ല ഭംഗിയുള്ള ജിപ്സം സീലിംഗ്. ഇവിടെ ഒരു ഡോറുണ്ട്, നമുക്ക് തുറന്ന് കാണാം. അത് ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഓപ്പൺ ടെറസ് ഏരിയ ആയിട്ട് കിടക്കുന്ന ഈ ഭാഗവും നല്ല, വേണമെങ്കിൽ നമ്പരൊക്കെ ഇട്ടതിന് ശേഷം വേണമെങ്കിൽ ഒരു ഷീറ്റ് വർക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നമുക്ക് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇത് അകത്തേക്ക് വീണ്ടും കയറി കഴിഞ്ഞ സ്റ്റെയർ കേസിന്റെ സൈഡ് വഴിയുള്ള നല്ല ഒരു ബാൽക്കണി പോലെയാണ്. താഴെ മുകളിലുമായിട്ട് വീടുകൾ തമ്മിൽ നല്ലൊരു പ്രൈവസി ഉള്ള ഒരു മേഖലയാണിത്. നല്ലൊരു പ്രൈവസി കിട്ടും. പ്രൈവസി അല്ല, മുകളിൽ ഇപ്പൊ കുട്ടികളൊക്കെ മുകളിലേക്ക് താമസിക്കുവാനായിട്ടൊക്കെ വിട്ട് കഴിഞ്ഞാൽ
നമുക്ക് മുകളിലൊരു അനക്കം വന്നാലും താഴെ നിന്ന് കേൾക്കാൻ പറ്റും. അതുപോലെയാണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ബെഡ്റൂമിന്റെ ഡോറ് നമുക്ക് ബെഡ്റൂമുകൾ ഒന്ന് കാണാം. താഴെ കണ്ടതുപോലെ തന്നെയുള്ള സൈസ് ബെഡ്റൂം, അതുപോലെ തന്നെയുള്ള പരിപാടികളാണ്. മൊത്തം ടോയ്ലറ്റിന്റെ സെറ്റിംഗ് ആണെങ്കിലും എല്ലാം അതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ്. അതുപോലെ തന്നെ നമുക്ക് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. സിവിൽ സ്കോർ ഇല്ലാത്തവർക്കും ലോൺ കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ എന്തുകൊണ്ട് സിവിൽ സ്കോർ പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അറിയണം. ഡീറ്റെയിൽ അറിഞ്ഞാലേ നമുക്കത് 100% നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണോ ഞങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് തരാം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു രീതിയിലൂടെ തന്നെയാണ് നമ്മൾ മീനച്ചിൽ ഹോംസ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന മീനച്ചിൽ ഹോംസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളാണ് ഞങ്ങളുടെ വളർച്ച. അപ്പോൾ അങ്ങനെ നമ്മൾ 10-12 വർഷത്തോളമായിട്ട് മീനച്ചിൽ ഹോംസ് കോട്ടയം ജില്ലയിൽ ലീഡ് ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയാണ്. നമ്മൾ അങ്ങനെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങൾ കണ്ടു. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. 4ാമത്തെ ബെഡ്റൂം കാണുകയാണ്. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിലും കൊടുത്തിട്ടുണ്ട്. സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്താൽ മാത്രം മതി. നമുക്ക് ചൂടുവെള്ളം എല്ലാ ടോയ്ലറ്റിലും അതുപോലെ തന്നെ കിച്ചണിലും ലഭിക്കുന്നതാണ്. അപ്പോൾ 2 നില വീട്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, 2300 സ്ക്വയർ ഫീറ്റ്, കിണർ വെള്ളം, പാലാ മുനിസിപ്പാലിറ്റിക്ക് ഉള്ളിൽ തന്നെ നടന്നു പോയി കടയിൽ പോകാനൊക്കെ പറ്റുന്നതും ബസ്സിൽ കയറി പോകാൻ പറ്റുന്നതും ടൗണിലേക്ക് ഒരു ടൗണിലേക്ക് എത്താനായിട്ട്, അതായത് ബസ് സ്റ്റാൻഡിലേക്ക്, പാലാ ബസ് സ്റ്റാൻഡിലേക്ക് എത്താനായിട്ട് ഒരു 1.5 കിലോമീറ്റർ ദൂരം എന്ന് കണക്കാക്കിയാൽ മതി. അല്ലെ 2 കൂട്ടിക്കോ, 2നും 1.5 ഇടയ്ക്ക് കിലോമീറ്റർ ദൂരം വരുള്ളൂ. നടന്നു പോയാൽ ഒരു ഒരു എക്സർസൈസ് ആയിട്ട് നടന്നു വേണമെങ്കിൽ ടൗണിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ദൂരം. അങ്ങനെയുള്ള ഏരിയ, നല്ല ടോപ്പായിട്ടുള്ള റെസിഡൻഷ്യൽ മേഖല, അത് ഇതിന്റെ വലിയൊരു ഹൈലൈറ്റ് ആണ്. ഇത്രയും ഹൈ റെസിഡൻഷ്യൽ മേഖലയിലാണ് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ നല്ലൊരു വീട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും കാണാം, സ്വന്തമാക്കാം. ഞങ്ങളെ വിളിക്കുക, ഏത് സമയത്ത് വന്നാലും വീടുകൾ കാണിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മീനച്ചിൽ ഹോംസ് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോസ് ചെയ്യുമ്പോൾ ഇതാണ് ഈ ബെഡ്റൂം. നമുക്ക് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി നമുക്കൊരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണിയിലൂടെ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാം. നിങ്ങൾ നല്ല കമന്റുകൾ എഴുതുന്നത്, അതുപോലെ തന്നെ നല്ല എപ്പോഴും ഒരു ലൈക്ക് അടിക്കുന്നത് ഞങ്ങൾക്ക് ഉപകാരപ്രദമാണ്. കാരണം ഇത്ര പേര് ലൈക്ക് അടിച്ചു എന്ന് കാണുമ്പോൾ തന്നെയാണ് ഞങ്ങൾക്കും ഒരു സന്തോഷം. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, ഈ വീഡിയോയോടൊപ്പം ചേർക്കുന്നു. 9744487753 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.